വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഇത് ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. വളരെ സോഫ്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. ഇത് ചീപ്പാണ്. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് അറിയാം? ചക്കക്കുരു എങ്ങനെയാണ് പൊടിക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണണം. ചക്കക്കുരു എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ടാവും. എല്ലാ വീടുകളിലും വെറുതെ കളയായിരിക്കും. അപ്പോൾ അത് ചിലർ ഇഷ്ടമുള്ളവരുണ്ടാവും, ചിലർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തു, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതെന്തിനാണെന്നറിയോ? ചക്കക്കുരുവിന് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചതുക്കി എടുത്തതിൻ്റെ അതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പോലെ മുളക് പൊടി ഇടുക. എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിടുക കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കുക. എന്നിട്ട് അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ചതുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് ആ ഉരലും കൂടി ഒന്ന് കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് മിക്സ് ചെയ്ത് അവിടെ വെക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട പണി കേട്ടോ. പിന്നെ നമുക്കിതാ ആ ചക്കക്കുരു പൊടി മാത്രം പോരാ കേട്ടോ, അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വേണം. അപ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിന്. ഇതാ 2 മുക്കാൽ പോലെ എടുത്തിട്ടുണ്ട്, ഏകദേശം 1.5 കപ്പ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ പൊടിച്ച് വറുത്ത് വെച്ച ചക്കക്കുരു പൊടി ഇതാ ഞാൻ നല്ല പോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ. അപ്പോൾ അതെടുക്കുന്നുണ്ട്, ഏകദേശം 1 കപ്പ് പോലെ ഉണ്ട്. ഒരു 1/4 കപ്പ് എന്തായാലും ഉണ്ട് കേട്ടോ. അതാ കണ്ടോ, ഇത്രയും എടുത്തിട്ട് അതും കൂടെ നമ്മൾ ഗോതമ്പ് പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പൊടി കേടൊന്നും വരില്ല കേട്ടോ, കുറേ കാലം നമുക്ക് സൂക്ഷിക്കുക. ചക്കക്കുരു ഇതുപോലെ പൊടിച്ച് നല്ല പോലെ വറുത്ത് വെച്ചാൽ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പോലെ ഉപ്പിടുക. ഉപ്പ് കൂട്ടേണ്ടവർക്ക് കൂട്ടുക, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കുക കേട്ടോ, നിങ്ങളെ പാകത്തിനിടുക. പിന്നെ ഇതുപോലെ ഒരു 3 കപ്പ് വെള്ളം, അതായത് 750 ml വെള്ളമാണ് ഞാൻ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് പൊടിക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നായിട്ട് ഒഴിച്ചിട്ട് കൂടിപ്പോവരുത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതാ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇനി കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ. ഇതാ ബാക്കി പൊടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക, അതുപോലെ അടച്ചു വെക്കട്ടെ. ഇനിയും ഒരുപാട് റെസിപ്പികൾ നമുക്ക് ചെയ്യാം. ഞാൻ ഇനിയും റെസിപ്പികൾ ചെയ്തിട്ട് കാണിച്ചു തരും. അപ്പോൾ ഇതാ അതെല്ലാം കലക്കി വെച്ചു. ഇനി ഇതാ ചട്ടി അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും ഇതാ അടുപ്പിനടുത്ത് തന്നെ, സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, കുറച്ച് നല്ല തിക്കല്ലേ. ഇപ്പം ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എണ്ണ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ഫ്ലെയിം കുറയ്ക്കണേ, കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമായി എന്താ പറയുക, നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ മാവ് നമ്മളെ പാത്രത്തിൻ്റെ സ്പൂണിൻ്റെ കൂടെ എങ്ങനെയുണ്ട് പോരും. അപ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമാക്കിയാൽ പോരില്ല. എന്നിട്ടൊരു ഭാഗം കുറച്ച് വെന്ത് വരുമ്പം അതുകൊണ്ടോ ഇപ്പം തന്നെ ഉണ്ടോ അതിന് നല്ല കുത്തുകുത്തെല്ലാം വന്നിട്ടുണ്ടല്ലോ. വളരെ ഹെൽത്തിയാണ് ഇത് കേട്ടോ. കണ്ണിനും മുടിക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ ചക്കക്കുരു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് ക്യൂമിൻ സീഡ് പേസ്റ്റ്, അതാ പേസ്റ്റ് അല്ല വെള്ളം പോലെ ഉള്ളത്, അതെല്ലാം എടുത്തൊന്നാക്കി ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഉപ്പ് പിന്നെ നമ്മൾ ദോശയിൽ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിനും കൂടി വേണ്ട. അപ്പോൾ ഉപ്പ് അധികമായി പോകും. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കട്ടെ. വളരെ ടേസ്റ്റി ആയിക്കോട്ടെ. ഇത് ചുടുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഒരു ഹോർലിക്സിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരും. ഒരിക്കലും നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് ഒഴിവാക്കുകയില്ല. ഒറ്റ ചക്കക്കുരു പോലും ആരും വെറുതെ കളയൂല കേട്ടോ. എന്നിട്ട് ഒരു സൈഡ് വേവുമ്പോൾ ഒന്ന് തിരിച്ചിടുക കേട്ടോ. നമുക്ക് തിരിച്ചിടാനൊക്കെ വളരെ സുഖമാണ്, വളരെ ഈസിയാണ്. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ഇതാ ഞാനൊരു വാഴയിലൊക്കെ എടുത്ത് വെച്ച് അതിലേക്ക് ഇടുക. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക കേട്ടോ. മാവ് കോരി ഒഴിച്ച് നല്ല സാവധാനം വേണം കേട്ടോ നമ്മളിത് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷനാണ്. നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും എനിക്ക് ഒരു പ്രചോദനം. അപ്പോൾ ഞാൻ ഇത്രയും ദോശകളൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട്. ഇനി ചമ്മന്തി ഒന്നും വേണമെന്നില്ല കേട്ടോ, അപ്പാട് തന്നെ കഴിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം ഇതുപോലെ ഇനി അത് വളരെ സോഫ്റ്റാണ് കണ്ടോ. നിങ്ങളൊന്ന് നോക്ക്. ദോശ ഞാൻ ചുട്ടെടുത്തു. ഇനി ഒരു കഷ്ണം മുറിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. എന്താണ് ഇതിൻ്റെ വളരെ ടേസ്റ്റിയാണ്.